ഇന്നെനിക്ക് കിച്ചൺ ക്ലീനിങ് ആണ് കേട്ടോ. കിച്ചൺ ഡീപ്പ് ക്ലീനിങ് ആണ്. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഐറ്റംസ് ഒക്കെ ഒന്ന് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് മൊത്തം ഒന്ന് മാറാലയും പൊടിയും ഒക്കെ ഒന്ന് തട്ടിയെടുക്കുകയാണ് കേട്ടോ. ജനൽ കമ്പികൾ എല്ലാം ഒന്ന് തുടച്ചെടുക്കാനും കൂടെ ഉണ്ട് കേട്ടോ. ഇനി കബോർഡിനുള്ളിലത്തെ ഐറ്റംസ് ഒക്കെ ഞാൻ ഓരോ ഏരിയകളാണ് കേട്ടോ. ഒരു 2 ഡോറിൻ്റെ ഉള്ളിലത്തെ പുറത്തേക്ക് എടുത്തിട്ട് അവിടെ നിന്ന് ക്ലീൻ ആക്കിയിട്ട് തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ അതന്നെ എടുത്ത് വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ബാക്കി ചെയ്യുക അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ മൊത്തം ഒന്ന് തുടച്ചെടുത്തു. ജനലും അതുപോലെ തന്നെ ജനൽ കമ്പികളും എല്ലാം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഷാമ്പു കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചിട്ട് അത് വെച്ചിട്ടാണ് കേട്ടോ എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ ഫ്ലോറ് ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എടുത്ത ഐറ്റംസ് ഒക്കെ നമുക്ക് തിരിച്ചെടുത്ത് വെക്കണ്ടേ. ഇനിയിപ്പോൾ മസാല ബോട്ടിലും കാര്യങ്ങളൊക്കെ കയ്യിലുള്ള ഐറ്റംസൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ എടുത്ത് വെക്കുകയാണ്. ഒരു 2 മാസമൊക്കെ കൂടുമ്പോഴെങ്കിലും നമ്മൾ കബോർഡിനുള്ള ഐറ്റംസൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് തിരിച്ച് ഒന്ന് തട്ടി തിരിച്ച് എടുത്ത് വെക്കുകയാണെങ്കിലേ കൂറ പല്ലി അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ബാഡ് സ്മെല്ല് കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് നമുക്ക് കുറേ കാലം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യണം എന്നില്ല കേട്ടോ. നമ്മൾ ഒരു ഡോറാണെങ്കിലും അതിൻ്റെ ഉള്ളിലത്തെ എടുത്ത് വൃത്തിയാക്കി അത് അങ്ങോട്ട് തിരിച്ചെടുത്ത് വെക്കുക. നമുക്ക് പറ്റുന്ന പോലെ ഒഴിവിനനുസരിച്ച് നമുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം കിച്ചൺ മൊത്തത്തിലൊന്ന് റീസെറ്റ് ചെയ്തെടുത്തു കേട്ടോ. ക്ലീനിങ് ഒക്കെ കഴിയുമ്പോൾ എത്ര ടയർഡായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണുമ്പോഴുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ഫീലാണല്ലേ. പിന്നെ വൈകുന്നേരം ഒരു സ്വീറ്റും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊന്നുമില്ല, കടലപ്പരിപ്പൊക്കെ വെച്ചിട്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ റെസിപ്പി ആവശ്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ കണ്ടുപോയിക്കോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയൊരു ഫാമിലി ടൈമാണേ.